നമ്മൾ ഈ ഹാർട്ട് ഇഷ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ സർജറി ഒന്നും ചെയ്യാതെ ഇങ്ങനെ ബൈപ്പാസ് ഇങ്ങനെയൊക്കെയുള്ള പേടിപ്പെടുത്തുന്ന വാക്കുകളിലേക്കൊന്നും പോകാതെ എങ്ങനെയെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ മാനേജ് ചെയ്യാം എന്നുള്ളൊരു ആഗ്രഹവും ഒരു മനസ്സമാധാനവും ഒക്കെ ആയിരിക്കുമല്ലോ എല്ലാവർക്കും ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പോഴാണ് ഞാൻ കേൾക്കുന്നത് ഇങ്ങനെ ഒരു ലേസർ ടെക്നോളജി എന്ന് പറയുന്ന ഒരു പുതിയ ടെക്നോളജി വന്നിട്ടുണ്ട് എന്നുള്ളത്. ഇത് സത്യത്തിൽ ഈ സർജറിക്ക് പകരമുള്ള ഒരു മോഡാണോ? സർജറിക്ക് പകരമുള്ള ട്രീറ്റ്മെൻറ്റേ അല്ല. അല്ല അല്ല ഇത് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്ന പ്രൊസീജിയർ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു കണ്ടുപിടുത്തമാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ആൻജിയോപ്ലാസ്റ്റിയിൽ ചിലപ്പം ഒത്തിരി കാൽസ്യം കണ്ടന്റുള്ള ബ്ലോക്കുകളാണെങ്കിൽ അതിനകത്തുള്ള വയറ് കടന്നു പോകാൻ ബുദ്ധിമുട്ട്, ബലൂൺ വെച്ച് ആ ബ്ലോക്ക് വീർപ്പിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാറുണ്ട്. പിന്നെ പണ്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ട് 5-6 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ചിലർക്ക് ഈ സ്റ്റെൻറ്റിൻ്റെ അകത്ത് ഡിഫ്യൂസ് ഇൻസ്റ്റൻറ്റ് റീസ്റ്റോസ് എന്ന് പറയും. ഒരു ഭാഗത്തല്ലാതെ പർട്ടിക്കുലർ ഭാഗത്തല്ലാതെ സ്റ്റെൻറ്റിൻ്റെ അകത്ത് ത്രൂ ഔട്ട് ഇങ്ങനെ ഒരു ടിഷ്യൂ വളർന്നു വന്നിട്ട് ന്യൂ ഇൻറ്റിമൽ ഹൈപ്പർപ്ലേസിയ എന്നാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് പിന്നെയും ബ്ലോക്ക് പോലെ ഉണ്ടാകുന്ന അവസ്ഥയുണ്ട്. പണ്ടൊക്കെ അതിൽ സ്ട്രെയിറ്റ് നമ്മൾ ബൈപ്പാസ് ആയിരിക്കും ബെറ്റർ എന്ന് പറയും. ഇപ്പോൾ ലേസർ വന്നപ്പം ഡിഫ്യൂസ് ഇൻറ്റിമൽ ഹൈപ്പർപ്ലേസിയ ഉള്ള സിറ്റുവേഷനിൽ നമുക്ക് വയറ് പാസ് ചെയ്തിട്ട് ഒരു ലേസർ റൺ കൊടുത്താൽ ആ ടിഷ്യൂ അൾട്രാവയലറ്റ് റേസ് ചെന്നിട്ട് ആ ടിഷ്യൂ വേപ്പറൈസ് ആയി പോകുന്നു. ആ എക്സസ് ടിഷ്യൂ വേപ്പറൈസ് ആയി പോകുന്നുണ്ട്. ദെൻ അത് ബലൂൺ ഡയലേറ്റ്, ഒരു ഡ്രഗ് കോട്ടഡ് ബലൂൺ ഡയലേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒരു സ്റ്റെൻറ്റ് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടുമെന്നാണ് ശാസ്ത്രം പറയുന്നത്.